ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ലോഗോസ് എങ്ങനെ നമുക്ക് ഗ്രേഡ് ലൈൻ വരച്ച് വൃത്തിയായി ചെയ്തെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ഗ്രേഡ് ലൈൻ വരയ്ക്കുക. ഗ്രേഡ് ലൈൻ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലേഔട്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിന് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരും. ഹൊറിസോണ്ടൽ എത്രയാണോ വെർട്ടിക്കൽ എത്രയാണോ അതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ അതിൽ വരയ്ക്കേണ്ടത് അത് നമുക്കതിൽ ഓരോ റോസ് നോക്കിയിട്ട് നമുക്ക് വരച്ചെടുക്കാം. മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ഒബ്ജക്റ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഓരോ കോർണറും നമ്മൾ ഈ ഗ്രേഡ് ലൈനിൻ്റെ അലൈൻമെൻറ്റ് അനുസരിച്ച് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ബിൽഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാനൊരു സർക്കിൾ വരച്ചു, അതിന് 3 കോപ്പി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ 3 ലെയറുകളെയും നമ്മൾക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫ്ലാറ്റ് ആൻഡ് ട്രാൻസ്പെറൻസി കൊടുക്കുകയാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെറും ഈ ഒരു സാധനം ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ഔട്ട്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തിക്നെസ് കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്. അതിന് നമുക്ക് ഔട്ട്ലൈനിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലാറ്റ് ആൻഡ് ട്രാൻസ്പെറൻസി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ നമുക്ക് ഷേപ്പ് ബിൽഡർ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യാം. എന്നതിന് ശേഷം ഇതിനൊരു കോപ്പി എടുത്ത് റൈറ്റ് സൈഡ് വെച്ച് അതിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള ഭാഗം നമ്മൾ വൃത്തിയായിട്ട് കറക്റ്റായി വെച്ചതിന് ശേഷം നമുക്കിനി മറ്റു ഭാഗങ്ങൾ ഷേപ്പ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കാം. നമുക്ക് ഈ കോർണറൊക്കെ സെറ്റ് ചെയ്ത് അലൈൻ ചെയ്യാനൊക്കെ സിമ്പിളായിട്ടൊരു മാർഗ്ഗമുണ്ട്. Ctrl+R അടിച്ച് കഴിഞ്ഞാൽ സൈഡിൽ സ്കെയിൽ വരും. ആ സ്കെയിലിലെ റോളർ ഉപയോഗിച്ച് നമുക്ക് ഓരോ പോയിൻറ്റും വൃത്തിയായിട്ട് അലൈൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള ഷേപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ പോയിൻറ്റും വൃത്തിയായി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഓരോ ഗ്യാപ്പ് മതി അത് നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തുനിന്ന് മാറി അങ്ങോട്ട് പോകും. അത് മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഷേപ്പ് ചെയ്തതിന് ശേഷം വേണ്ടാത്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം.
ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് നിയോൺ ക്ലബ് മ്യൂസിക് എന്നൊരു നല്ല ഫോണ്ടാണ്. അത് വളരെ തിന്നുമായിട്ടുണ്ട്. ഈ ലോഗോയ്ക്ക് മാച്ചിങ് ആവുന്ന നല്ലൊരു ഫോണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഏത് ലോഗോ ചെയ്യുകയാണെങ്കിലും അതിന് മാച്ചിങ് ആവുന്ന നല്ല ഫോണ്ടുകൾ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ ലോഗോ ചളമാകും. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ലോഗോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോക്കപ്പ് ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഗൈസ്, നമുക്ക് ഫ്രീ ആയിട്ട് മോക്കപ്പ് ഫയൽസ്, അതേപോലെ PSD ഫയൽസ്, ടെംപ്ലേറ്റ് ഫയൽസ് ഇതൊക്കെ കിട്ടുന്ന വെബ്സൈറ്റുകളെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അതേപോലെ മോക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ ലോഗോസ് എങ്ങനെയാണ് മോക്കപ്പിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം. അത് വൈകാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നന്നായി ആലോചിച്ച് തിങ്ക് ചെയ്ത് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം പെർഫെക്ഷൻ ആക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പെർഫെക്ഷൻ ആക്കി എടുക്കാം എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മൾ എന്തും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ.